നിലമ്പൂരിൽ 3 മുന്നണികളും ഒപ്പം പി വി അൻവറും ബൂത്ത് തലങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം ഏതാണ്ട് ജനവിധി എന്തെന്ന് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ കണക്കുകൾ വരെ മുന്നണികൾ പുറത്തുവിട്ടു. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് വോട്ടേഴ്സിന്റെ മനസ്സ്. അവർ എങ്ങനെ ചിന്തിച്ചു എന്ന് മറ്റന്നാൾ വോട്ട് പെട്ടി തുറന്നാൽ മാത്രമേ മനസ്സിലാകൂ. കണക്കുകൂട്ടലുകളുടെ ഈ മണിക്കൂറിൽ എന്താണ് നിലമ്പൂരിന്റെ മനസ്സിലെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ രാഷ്ട്രീയ വിശകലനങ്ങളുമായി ദീപക് ധർമ്മടമാണ് ചേരുന്നത്. ദീപക്, തിങ്കളാഴ്ച അന്നറിയാം ആരാണ് നിലമ്പൂരിന്റെ പുതിയ MLA എന്നുള്ളത്. ഈ അവസാനവട്ട കണക്കുകൂട്ടലുകൾ, പ്രതീക്ഷകൾ എങ്ങനെയാണ് മുന്നണികളുടെ, ദീപക്? ആദ്യം തന്നെ ഡോക്ടർ ഉന്മേഷ് ഒരു കാര്യം പറയാം. രണ്ട് മുന്നണികളും അൻവർ ഒരു ഫാക്ടർ അല്ല നിലമ്പൂരിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ വോട്ട് പെട്ടിയിലായതിനു ശേഷം അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചാണ് രണ്ട് മുന്നണികളുടെയും വിജയസാധ്യത എന്നുള്ളതാണ് വസ്തുത. രണ്ട് മുന്നണികളുടെയും അവരുടെ കണക്കുകൾ, അവരുടെ ബൂത്തിൽ നിന്നും വന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ അൻവർ പിടിക്കുന്ന വോട്ടിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ UDF ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലീഡ് പ്രതീക്ഷിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നാണ്. അതായത് ഈ മണ്ഡലത്തിലെ 1-ാം ബൂത്ത് മുതൽ 46-ാം ബൂത്ത് വരെയാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. അവിടെ ആകെ പോൾ ചെയ്തത് 29,375 വോട്ടാണ്. അതായത് മണ്ഡലത്തിലെ 73.80% അവിടെ പോൾ ചെയ്തത്. ഈ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും വലിയ ലീഡ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അതേ സമയത്ത് PV അൻവറും ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശം വഴിക്കടവാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് LDF ക്യാമ്പാണെങ്കിൽ LDF ക്യാമ്പ് ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിൽ നിന്നാണ്. അമരമ്പലം പഞ്ചായത്തിലാണ് 77.30 പോളിംഗ് നടന്നത്. അതായത് പോളിംഗ് നിരക്കിൽ അമരമ്പലം വളരെ മുൻപിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടതുമുന്നണി അമരമ്പലത്തിൽ നിന്നും പ്രതീക്ഷ വയ്ക്കുന്നു, അതുപോലെ വഴിക്കടവിൽ നിന്നും UDFും പ്രതീക്ഷ വയ്ക്കുന്നു. നഗരസഭയിൽ LDF ലീഡുണ്ടാക്കും. രണ്ടുപേരും അവകാശവാദങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ താഴെത്തട്ടിലെ ബൂത്ത് തലത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ വിധി പ്രവചനാതീതമാകുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഒരു വലിയ മേൽക്കൈ അവകാശപ്പെടാനാവില്ല. അവകാശവാദങ്ങൾ ഇരു മുന്നണികളും അൻവർ ജയിക്കുമെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജയിച്ചില്ലെങ്കിൽ ഷൗക്കത്താണ് ജയിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് അൻവറിൻ്റെ ഒരു നിലപാടാണ്. അൻവർ നേരത്തെയും നമ്മളോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പക്ഷേ കണക്കുകളിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടുപേർക്കും ഈ വലിയ അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ല. നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും വിധി എന്നുള്ളതാണ്, ജനവിധി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാവുന്നത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.